നമസ്കാരം. ഔദ്യോഗിക കണക്കുകൾ പച്ചക്കള്ളം പറയുന്ന കുംഭമേളയിലെ കൂട്ടമരണത്തിൽ 1000-ൽ പരം ആളുകൾക്ക് അപായം സംഭവിച്ചെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ മരിച്ചവരുടെ ബന്ധുക്കൾ അവരുടെ വേദനാപർവം ഇപ്പോഴും പിന്നിടുകയാണ്. ജനുവരി 29-ന് മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് അമ്മയെ നഷ്ടപ്പെട്ട ധനഞ്ജയ് കുമാർ ഗോണ്ട് ബീഹാറിലെ ഗോപാൽഗഞ്ചിലെ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അമ്മയുടേതായ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് പ്രാദേശിക ഭരണകൂടവും പോലീസും അറിയിച്ചതിനെ തുടർന്ന് വീണ്ടും അദ്ദേഹം പ്രയാഗ്രാജിൽ തിരിച്ചെത്തിയ ധനഞ്ജയ് കുമാർ അതിനുശേഷം ആശുപത്രികളിലും സർക്കാർ ഓഫീസുകളിലും അലഞ്ഞു നടക്കുകയാണ്. എന്നാൽ ഇതുവരെ ആ അലച്ചിലിന് ഫലമുണ്ടായിട്ടില്ല. മരണ സർട്ടിഫിക്കറ്റുകൾ ആര് നൽകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ പ്രയാഗ്രാജിൽ തിരക്കിൽപ്പെട്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളുടെ പ്രതിനിധിയാണ് ധനഞ്ജയ് കുമാർ. മഹാകുംഭമേള ഒരു കന്റോൺമെന്റ് പ്രദേശത്താണ് നടക്കുന്നത് എന്നതിനാൽ ഏത് അധികാരിയാണ് മരണ സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടതെന്ന് ആശയക്കുഴപ്പമാണ് കുടുംബങ്ങളും ഉദ്യോഗസ്ഥരും പറയുന്നത്. അലഹബാദിലെ കന്റോൺമെന്റ് ബോർഡ് പരിപാടിയുടെ സമയത്തേക്ക് കുംഭ് ഭരണകൂടത്തിന് ഭൂമി കൈമാറി. തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിച്ചതായി സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക പട്ടിക ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മരിച്ചവരെയും പരിക്കേറ്റവരെയും കൊണ്ടുപോയ നിരവധി ആശുപത്രികൾ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ പട്ടിക പങ്കിടില്ലെന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. സംഭവം നടന്ന സ്ഥലം തങ്ങളുടേതാണെന്ന് പ്രയാഗ്രാജ് കന്റോൺമെന്റ് ബോർഡ് അറിയിച്ചു. കുംഭമേള നടക്കുന്ന സ്ഥലം കന്റോൺമെന്റ് ബോർഡിൻ്റെതായതിനാൽ അവർ മരണ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് പ്രയാഗ്രാജ് ചീഫ് മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മരണ സർട്ടിഫിക്കറ്റ് ബോർഡ് നൽകുമെന്ന് പ്രയാഗ്രാജ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും പറഞ്ഞു. എന്നിരുന്നാലും ഭൂമി കുംഭമേള ഭരണകൂടത്തിന് കൈമാറിയതിനാൽ ഉത്തരവാദിത്വം തങ്ങൾക്കാണെന്ന വാദമാണ് ബോർഡ് മുന്നോട്ട് വെച്ചത്. എന്നാൽ കുംഭമേളയുടെ അഡീഷണൽ ഓഫീസർ വിവേക് ചതുർവേദിയുമായി ബന്ധപ്പെട്ടപ്പോൾ മരണ സർട്ടിഫിക്കറ്റുകൾ മുനിസിപ്പൽ കോർപ്പറേഷൻ നൽകുമെന്ന് പറഞ്ഞു. എന്നാൽ പ്രയാഗ്രാജ് അഡീഷണൽ മുനിസിപ്പൽ കമ്മീഷണർ അംബരീഷ് കുമാർ ബിന്ദ് പറഞ്ഞത് തിക്കിലും തിരക്കിലും പെട്ടവർക്ക് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് തങ്ങൾ ഉത്തരവാദികളല്ല എന്നാണ്. തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരിൽ ഭൂരിഭാഗവും SRN ആശുപത്രിയിലേക്കാണ് പോയത്. ആശുപത്രി അധികൃതരും ഇക്കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്. ചികിത്സയ്ക്കിടെ ഒരാൾ ആശുപത്രിയിൽ മരിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ മരണ സർട്ടിഫിക്കറ്റുകൾ നൽകാറുള്ളൂ എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. കുംഭമേള ക്യാമ്പസിനുള്ളിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിലെ ഡോക്ടർമാർ മരിച്ചതായി പ്രഖ്യാപിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ബോർഡ് മരണ സർട്ടിഫിക്കറ്റ് നൽകൂ എന്ന നിലപാടാണ് കന്റോൺമെന്റ് ബോർഡ് എടുത്തത്. മറ്റ് ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്ന ഇരകൾക്ക് ആരാണ് മരണ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് എന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് ഒരു വിവരവുമില്ലെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. ഇൻഷുറൻസ് ക്ലെയിമുകൾ ഫയൽ ചെയ്യുക, പെൻഷൻ, വിധവ അലവൻസ് പോലുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ നേടുക, അനന്തരാവകാശ സ്വത്ത് തീർപ്പാക്കുക, മരിച്ചയാളെ നിയമപരവും സാമ്പത്തികവുമായ ബാധ്യതകളിൽ നിന്ന് മോചിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾക്ക് മരണ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണെന്നിരിക്കെ വല്ലാത്ത ഗതികേടാണ് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നേരിടുന്നത്. ബീഹാറിലെ അധികാരികളുടെ നിർദ്ദേശപ്രകാരം ഞാൻ പ്രയാഗ്രാജിലേക്ക് മടങ്ങി. അന്നു മുതൽ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ധനഞ്ജയ് കുമാർ പറഞ്ഞത്. ഇങ്ങനെ ആയിരങ്ങളാണ് വല്ലാത്തൊരു അവസ്ഥയിൽ ദിവസങ്ങളായി അലയുന്നത്. വൻ ജനാവലി വരുമെന്നുറപ്പുള്ള കുംഭമേളയുടെ ഒരുക്കങ്ങൾ പാളിയതിനെ തുടർന്ന് രൂപപ്പെട്ട തിക്കിലും തിരക്കിലും പെട്ട് കണക്കില്ലാതെ ആളുകൾ കൊല്ലപ്പെട്ടത് കൂടാതെ ആസൂത്രണത്തിൽ വന്ന അധിക വീഴ്ചയിലേക്കാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ദുരന്തം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഭക്തർ നേരിട്ട ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാവാതെ ഒളിച്ചോടുകയാണ് യോഗി സർക്കാർ.